റോഡ് ഉപരോധമോ മുടിമുറിക്കലോ സമരമോ ഒന്നുമല്ല ജീവിതം അവസാനിപ്പിക്കും. ഇതിലും അപ്പുറം എങ്ങനെ ക്ഷമിക്കും, സഹിക്കും? പെരുമഴയും പൊള്ളുന്ന വെയിലും വകവയ്ക്കാതെ കഴിഞ്ഞ 50 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരുടെ വാക്കുകളാണിത്. സമരമിരുന്നും നിരാഹാരമിരുന്നും മുടിമുറിച്ചും പ്രതിഷേധിക്കുന്ന ആശമാരോട് സർക്കാരിന് എന്താണ് ഇത്ര വിരോധം? എന്തുകൊണ്ടാണ് 2 മാസത്തോടടുക്കുന്ന സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നത്? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്ന, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സർക്കാരിന് തുച്ഛമായ വേതനം വാങ്ങുന്ന ആശമാരുടെ സമരം കാണാതെ പോകുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്ത്? എന്തുകൊണ്ട് സർക്കാർ എതിർക്കുന്നു? ശരിക്കും ഇതൊരു ആന്റി സർക്കാർ പ്രൊപ്പഗൻഡ സമരമാണോ? സമരം ഒത്തുതീർപ്പാവില്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ഗർഭിണിയോ മുലയൂട്ടുന്ന അമ്മമാരോ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചെത്തുന്ന, മറ്റ് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരണം നൽകുന്ന, മഴയെത്തുന്നതിന് മുൻപേ ശുചീകരണ ബോധവൽക്കരണത്തിനെത്തുന്ന സാധാരണയിൽ സാധാരണക്കാരായ വീട്ടമ്മമാർ, അവരാണ് ആശമാർ. വീടാന്തരം കയറിയിറങ്ങി അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് നാം തന്നെയാണ് സാക്ഷി. വെയിലത്തും മഴയത്തും കാടും മേടും താണ്ടി വീടാന്തരം കയറിയിറങ്ങുന്നത് 232 രൂപ ദിവസക്കൂലിക്കാണ്. വിധവകളോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായവരോ ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. സേവന സന്നദ്ധതയോടെ ഇറങ്ങിത്തിരിച്ചവർക്ക് 232 രൂപ തന്നെ അധികമാണെന്ന വായ്ത്താരി ആശമാർ സമരത്തിനിരുന്ന ദിനം മുതൽ നാം കേൾക്കുന്നുണ്ട്. മറ്റ് ജോലികൾക്കൊപ്പം കൊണ്ടുപോകാവുന്ന ഒരു സാമൂഹ്യ സേവനം, അതിലൂടെ ചെറിയൊരു വരുമാനം എന്ന നിലയ്ക്കാണ് പലരും ആശമാരായത്. എന്നാൽ നാൾക്കുനാൾ ഏറി വന്ന ജോലിഭാരം നിമിത്തം മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി ആശമാർക്കുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിൽ ആശാവർക്കർക്കുള്ള പങ്ക് ചെറുതല്ല. 7000 രൂപ ഓണറേറിയവും 3000 രൂപ ഇൻസെന്റീവും അടങ്ങുന്ന തുക ലഭിക്കാൻ മാനദണ്ഡങ്ങൾ പലതുണ്ട്. ഇവയെല്ലാം പാലിച്ചാലും എല്ലാ മാസവും ഈ തുക ആശമാർക്ക് ലഭിക്കാറുമില്ല. ചുറ്റുവട്ടത്തുമുള്ള ക്ലിനിക്കുകളിൽ, കുത്തിവെപ്പ് ക്യാമ്പുകളിൽ, ഹെൽത്ത് സെന്ററുകളിൽ എല്ലാം നമ്മളവരെ കാണുന്നില്ലേ? ആ സ്ഥിതിക്ക് ആശമാർ ചെയ്യുന്ന സേവനത്തിന് 232 രൂപ കൊടുത്താൽ മതിയോ? പോരെന്നുള്ള ഒറ്റ മറുപടിയിൽ തുടങ്ങിയതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം. ഇനി ചില കണക്കുകളിലേക്ക് വരാം. 26,448 ആശാ വർക്കർമാരാണ് സംസ്ഥാനത്താകെയുള്ളത്. ഓണറേറിയവും ഇൻസെന്റീവുമായി ഒരു ആശാ വർക്കർക്ക് ലഭിക്കുക മാസം 10,000 രൂപ. ഇതിൽ 7,000 രൂപ ഓണറേറിയം നൽകുന്നത് സംസ്ഥാനമാണ്. ഇൻസെന്റീവായി നൽകുന്ന 3,000 രൂപ കേരളവും കേന്ദ്രവും കൂടിയാണ്. 1,400 രൂപ കേരളവും 1,600 രൂപ കേന്ദ്രവും. എല്ലാ ആശമാർക്കും 10,000-ഓ 12,000-ഓ ലഭിക്കില്ല. വാക്സിനേഷൻ അടക്കം ഓരോ സേവനത്തിനും പ്രത്യേക ഇൻസെന്റീവാണ്. അങ്ങനെ നോക്കിയാൽ 13,000 രൂപ വരെയാണ് ആശമാരുടെ ഏറ്റവും കൂടിയ വേതനം. ഈ തുക എല്ലാ മാസവും കൃത്യമായി കിട്ടുമോ? ഇല്ല. പലതും കുടിശ്ശികയാണ്. അതായത് ആകെ ലഭിക്കുന്ന ചെറിയ വേതനവും കൃത്യസമയത്ത് ലഭിക്കില്ലെന്ന് സാരം. സംസ്ഥാനം പറയും കേന്ദ്രം തുക തന്നില്ലെന്ന്, കേന്ദ്രം പറയും സംസ്ഥാനം കൊടുക്കുന്നില്ലെന്ന്. രണ്ടായാലും നഷ്ടം ആശമാർക്ക് മാത്രം. ഈ അവസരത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തന്നു തീർക്കുക, ഓണറേറിയം 7,000-ൽ നിന്ന് 21,000 ആക്കി ഉയർത്തുക, വിരമിക്കുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപയെങ്കിലും നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ സമരം തുടങ്ങിയത്. ഏതാണ്ട് 500 ആശമാർ അണിനിരന്ന സമരം പിന്നിടുന്നത് 50 ദിവസങ്ങളാണ്. ഇതിനിടെ ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയമായതോടെ സമരം 2ാം ഘട്ടം എന്നോണം ആശമാർ നിരാഹാര സമരത്തിലേക്കും കടന്നു. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു അടക്കം നിരാഹാരമിരുന്നു. നിയമസഭയിലും ആശമാർ വിഷയമായി. പ്രതിപക്ഷം ആശമാർക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. ആശമാർ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്നും ആശമാരെ തൊഴിലാളികളായി കാണുന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടത് ദേശീയ തലത്തിൽ നിന്നാണെന്നും സർക്കാർ പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെത്തിയെങ്കിലും കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായില്ല. 50ാം ദിനം മുടിമുറിച്ച് 3ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും കാര്യമായ നീക്കുപോക്കൊന്നും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല. രാത്രി പെയ്ത മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ടാർപോളിൻ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത ആശാപ്രവർത്തകരോട് ടാർപോളിൻ മാറ്റാൻ ആവശ്യപ്പെട്ട പോലീസ് നടപടിയും ആശമാർ സമരം ചെയ്യുന്ന സ്ഥലത്തെ മാത്രം വഴിവിളക്ക് കത്താത്തതും ഏറെ വിമർശിക്കപ്പെട്ടു. ആശമാരുടെ വേതന പരിഷ്കരണത്തിൽ പ്രധാന പ്രശ്നമായി സർക്കാർ ഉന്നയിക്കുന്നത് ആശമാർ സന്നദ്ധ പ്രവർത്തകരാണെന്നുള്ളതാണ്. ആശാ വർക്കർമാർ തൊഴിലാളികളല്ലെന്നും ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരാണെന്നും കേന്ദ്ര സർക്കാരും ആവർത്തിക്കുന്നു. ആശമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് പദ്ധതിയുണ്ടോ എന്നും ശമ്പളത്തോടുകൂടി അവരെ തൊഴിലാളികളാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമോ എന്നുമുള്ള വി ശിവദാസന്റെ ചോദ്യത്തിന് രാജ്യസഭയിലാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മറുപടി പറഞ്ഞത്. പ്രവർത്തനത്തിനനുസരിച്ചാണ് ഇൻസെന്റീവ് നൽകുന്നതെന്നും കേന്ദ്രം പറയുന്നു. സംസ്ഥാനത്തെ 7% വരുന്ന ആശാ വർക്കർമാർ മാത്രമാണ് സമരത്തിലുള്ളതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്.
കേരളത്തിൽ 89% ആശമാർക്ക് ഇൻസെന്റീവും ഓണറേറിയവും ഉൾപ്പെടെ 10,000 മുതൽ 13,000 രൂപ വരെ മാസം ലഭിക്കുന്നുണ്ടെന്നും മറ്റേത് സംസ്ഥാനം നൽകുന്നതിനേക്കാൾ കൂടുതലാണിതെന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കാം, പക്ഷേ ഒറ്റയടിക്ക് 21,000 രൂപ എന്നത് സാധ്യമല്ലെന്നും ഇൻസെന്റീവായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകാനുള്ള 100 കോടിക്കായി ആശമാർക്കൊപ്പം സമരം ചെയ്യാൻ താനും തയ്യാറാണെന്ന് മന്ത്രി പറയുന്നു. കേന്ദ്ര പദ്ധതിയുടെ പോരായ്മയ്ക്ക് സംസ്ഥാനത്തെ പഴിക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്നും ആശമാരെ ആയുധമാക്കി എതിർകക്ഷികൾ ആക്രമിക്കുന്നുവെന്നുമാണ് സർക്കാർ പറയുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി വിമർശനമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആശാ വർക്കർ കേന്ദ്ര പദ്ധതിയാണ്, അതിന് കേരള സർക്കാരിനെ പഴിക്കുന്നത് എന്തിന്? ഓണറേറിയം ഉയർത്തുന്നതിന് സമരം ചെയ്യുന്ന ആശമാർ കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ആശാ വർക്കർമാർ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്നിരിക്കെ എന്തുകൊണ്ട് സന്നദ്ധ പ്രവർത്തക ഗൈഡ് ലൈൻ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല? എന്തുകൊണ്ട് സമരം കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ല? കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയെപ്പറ്റി എന്തുകൊണ്ട് ആശമാർ മിണ്ടുന്നില്ല? മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച ഓണറേറിയം നൽകുന്ന കേരളത്തെ മാത്രം എന്തുകൊണ്ട് മോശമായി ചിത്രീകരിക്കുന്നു? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്ന, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് പാവപ്പെട്ട ആശമാരുടെ തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കാനാവുന്നില്ല എന്ന മറുചോദ്യമാണ് ആശമാർ ഉയർത്തുന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ ആശമാരുടെ ഓണറേറിയം കൂടി നോക്കാം. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്നാണ് ആശമാരുടെ പക്ഷം. എന്നാൽ ചർച്ചയ്ക്കൊടുവിൽ ഓണറേറിയം നൽകുന്നതിലെ ചില കടുംപിടുത്തം സർക്കാർ ഒഴിവാക്കി. 7,000 ഓണറേറിയം അനുവദിക്കുന്നതിൽ 10 മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞു. അതായത് മാനദണ്ഡങ്ങളില്ലാതെ തന്നെ ഓണറേറിയം നൽകും. ഭവന സന്ദർശനത്തിനുള്ള നിശ്ചിത ഇൻസെന്റീവിലും ഇളവുകൾ നൽകും. ആരോഗ്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും 3 അവലോകന യോഗത്തിൽ പങ്കെടുത്താലുമായിരുന്നു ഇൻസെന്റീവെങ്കിൽ അവലോകന യോഗങ്ങളിൽ ഏതെങ്കിലും 2 പങ്കെടുത്താൽ 1,000 രൂപ ഇൻസെന്റീവ് ലഭിക്കും. അതുപോലെ 1,000 രൂപ ലഭിക്കാൻ 4 ക്ലിനിക്കുകളിൽ പങ്കാളിത്തം നിർബന്ധമെന്നത് 2 പങ്കെടുത്താൽ മതിയെന്നും പുതുക്കിയ മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ മാനദണ്ഡങ്ങൾക്കപ്പുറം ഉപാധികളില്ലാതെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന് ഓരോ ദിവസവും ഉറപ്പിച്ചു പറയുന്നു സമരക്കാർ. 232 രൂപ ദിവസവേതനത്തിൽ ജീവിക്കുക എന്നത് എളുപ്പമല്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ വേതനത്തിൽ ഒരു കുടുംബം കൊണ്ടുപോകുന്ന ആശമാരുടെ പെടാപ്പാട് നാം കാണാതെ പോകരുത്. ഒരു 100 കഷ്ടപ്പാടിന്റെ കണക്കും പെടാപ്പാടിന്റെ കണ്ണീരും പേറി ഓരോ ആശാ വർക്കറും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലും മഴയുമേറ്റ് കിടക്കുന്നത് സർക്കാരിനെ വെല്ലുവിളിക്കാനോ സുഖസൗകര്യങ്ങളിൽ മതിമറക്കാനോ അല്ല. അല്ലലും ആവലാതിയും മാത്രമുള്ള ജീവിതത്തിലേക്ക് ഒരിത്തിരി വെളിച്ചം മാത്രം പ്രതീക്ഷിച്ചാണ്. കേന്ദ്രത്തിന്റെ ഇൻസെന്റീവിനെ കുറിച്ചോ കേന്ദ്രത്തെക്കുറിച്ചോ മിണ്ടുന്നില്ല എന്ന കാരണത്താൽ ആ ശബ്ദം കേൾക്കാതെ പോകരുത്.